നെല്ലിക്ക കൊണ്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള രസം തയ്യാറാക്കിയാലോ. 5 നെല്ലിക്ക നുറുക്കി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 8 വെളുത്തുള്ളി അല്ലി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം കൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. രസം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിയതിന് ശേഷം 3 വറ്റമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കുനുകുനാന്ന് അരിഞ്ഞ് ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ഒരു ഹാഫ് കുക്കായി വരുന്ന സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കായവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ ആ പച്ച ടേസ്റ്റ് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നെല്ലിക്ക അരച്ചതും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വെള്ളം ചേർക്കുന്നത് നമുക്ക് എത്രത്തോളം രസം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് മല്ലിയില ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 1-2 തിള വന്ന് കഴിയുമ്പോഴത്തേക്കിനും അടുപ്പിൽ നിന്ന് ഇറക്കി വാങ്ങി വെക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നെല്ലിക്ക രസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.